സാംസങ്ങിൻ്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാംസങ് F22. ഈ ഫോണിൽ എടുത്തു പറയേണ്ട ചില ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഈ ഫോൺ വരുന്നത് 12,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F22 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എടുത്തു വരേണ്ട ഫീച്ചർ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം നമുക്ക് മറ്റ് ഫോണുകളിലൊന്നും തന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കിട്ടുന്നില്ല. റെഡ്മി നോട്ട് 10 എന്ന ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫോണിൻ്റെ വില ഇപ്പം കൂടിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഫോൺ വരുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഇപ്പം മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ സൂപ്പർ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണാണ് സാംസങ് F22 എന്ന ഫോൺ. അപ്പോൾ അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റെഡ്മി നോട്ട് 10 എന്ന ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 6.4 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റും ഒക്കെ വരുന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ പഞ്ചോൾ ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിൽ വരുന്നത്. കമ്പനി ഇൻഫിനിറ്റി യു ഡിസ്പ്ലേ എന്ന പേരിൽ വിളിക്കുന്ന നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെനിം ബ്ലൂവും അതുപോലെ തന്നെ ഡെനിം ബ്ലാക്കും. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൽ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സാംസങ് GM2ൻ്റെ സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും അതുപോലെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പോസിറ്റീവായിട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോണിൻ്റെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജർ മാത്രമേ വരുന്നുള്ളൂ. അത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. കാരണം സാംസങ്ങിൻ്റെ ഇതിനേക്കാൾ കൂടിയ പ്രൈസ് റേഞ്ചിൽ വരെ ഫോണിൻ്റെ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജറേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G80 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ സാംസങ്ങിൻ്റെ ഇതിനേക്കാൾ വില കൂടിയ സാംസങ് M32, A32 ഇതുപോലുള്ള ഫോണുകളിലൊക്കെ ഇതേ സെയിം ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റ് ബ്രാൻഡുകളുടെ കാര്യത്തിലൊന്നും അത്രയും ഇൻട്രസ്റ്റഡ് അല്ല, നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇൻട്രസ്റ്റഡ് എന്നുണ്ടെങ്കിൽ ആ ഒരു സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് മാത്രം നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല, 4G സപ്പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള 1UI 3.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4 GB റാം വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. അതുപോലെ തന്നെ 6 GB റാം വെർഷൻ്റെ വില വരുന്നത് 14,499 രൂപയാണ്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ Samsung.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. പിന്നെ ഫസ്റ്റ് സെയിലിൽ ട്രാൻസാക്ഷൻ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫ് ലഭിക്കും. ജൂലൈ 13-നാണ് ഈ ഫോണിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോണാണ് സാംസങ് F22 എന്ന ഫോൺ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.